പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നൈസ് തുങ്കസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ ആദ്യത്തെ അധ്യായവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സമയമൊട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വളരെ ലളിതമായ പാഠങ്ങളാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നിങ്ങളുടെ പരീക്ഷയും വളരെ സിമ്പിളായിരിക്കും. എന്തായാലും നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ഒപ്പം ഓരോ വരികളിലിടയിലൂടെയും നമുക്ക് പഠിച്ചു പോകാം. ഓരോ വാക്കിൻ്റെയും മീനിങ്ങുകൾ പഠിച്ച് നമുക്ക് മുന്നേറാം. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് SSLCക്കൊക്കെ ഹിന്ദിക്ക് ഫുൾ A+ മേടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഹിന്ദി എന്ന വിഷയത്തെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ സമീപിക്കുക. അയ്യോ, ഒരു പുതിയ വിഷയമാണ്, എനിക്കിഷ്ടമല്ല, അത് ഭയങ്കര പാടാണ് എന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റി ഒരു പുതിയ വിഷയം പഠിക്കുകയാണ്, എനിക്കത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് പുതിയ വിഷയങ്ങൾ പഠിക്കാൻ ഇഷ്ടമുണ്ട്, എന്ത് സംശയവും ചോദിച്ചാൽ പറഞ്ഞു തരാൻ അധ്യാപകർ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ മുന്നേറുക. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ പാഠം ധൂപ് ആ ഗയി. ധൂപ് ആ ഗയി. ധൂപ് എന്ന വാക്കിൻ്റെ മാത്രം മീനിങ് സൂര്യപ്രകാശം. ധൂപ് ആ ഗയി എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം വന്നു എന്ന് പറഞ്ഞാലും ഏറ്റവും ഉചിതമായ വാക്ക് സൂര്യൻ എന്നാണ്. ധൂപ് ആ ഗയി, സൂര്യൻ. സൂര്യൻ ഉദിക്കുക എന്ന് പറയില്ലേ, അത് തന്നെ. പ്രയാഗ് ശുക്ലിൻ്റെ ഒരു കവിതയാണ് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, കവിയുടെ പേരെന്താണ്? പ്രയാഗ് ശുക്ല. എൻ്റെ ഒപ്പം പറഞ്ഞേ, പ്രയാഗ് ശുക്ല. ശുക്ല, ഈ അക്ഷരങ്ങളൊക്കെ ചിലപ്പോൾ പുതുതായിരിക്കും അല്ലേ, എങ്കിലും നോക്കുക. പ്രയാഗ് ശുക്ല, കായുടെ പകുതിയും ലായുമാണ് തന്നിരിക്കുന്നത്, ലാസ്റ്റ് ശുക്ല. കണ്ടല്ലോ. ധൂപ് ആ ഗയി, സൂര്യൻ. നമുക്ക് വരികൾ നോക്കിക്കേ. ധൂപ് ആ ഗയി സുബഹ് സുബഹ് की കലിയാം പ്യാരി പ്യാരി മഹ്കീം. കലിയാം ക്യാരി ക്യാരി മഹ്കീം കലിയാം ഇത്തനി സാരി മഹ്കീം. എൻ്റെ ഒപ്പം വായിച്ചേ മക്കളെ. ധൂപ് ആ ഗയി സുബഹ് സുബഹ് की. ഒരിക്കൽ കൂടി. ധൂപ് ആ ഗയി സുബഹ് സുബഹ് की കലിയാം പ്യാരി പ്യാരി മഹ്കീം. കലിയാം പ്യാരി പ്യാരി മഹ്കീം. കലിയാം ക്യാരി ക്യാരി മഹ്കീം. ഒരിക്കൽ കൂടി. കലിയാം ക്യാരി ക്യാരി മഹ്കീം. കലിയാം ഇത്തനി സാരി മഹ്കീം. കലിയാം ഇത്തനി സാരി മഹ്കീം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ധൂപ് ആ ഗയി സുബഹ് സുബഹ് की. ധൂപ് സൂര്യപ്രകാശം. ധൂപ് ആ ഗയി സൂര്യൻ വന്നിരിക്കുന്നു. സുബഹ് സുബഹ് രാവിലെ. സുബഹ് സുബഹ് की അതിരാവിലെ ആര് വന്നിരിക്കുന്നു? സൂര്യൻ വന്നിരിക്കുന്നു. അതിരാവിലെ തന്നെ സൂര്യൻ എത്തിയിരിക്കുന്നു. കലിയാം, കലിയാം പൂമൊട്ടുകൾ, മൊട്ടുണ്ടല്ലോ, പൂമൊട്ടുകൾ. കലിയാം പ്യാരി, പ്യാരി എന്താ? സുന്ദരി അല്ലേ? പ്യാർ ഇഷ്ടം, പ്യാരി ഇഷ്ടമുള്ള, പ്യാരി പ്യാരി സുന്ദരമായ, മഹഗ് മണം, മഹക്കി മണത്തോടു കൂടി. കലിയാം പ്യാരി പ്യാരി മഹക്കി സുന്ദരിയായ ആ പൂമൊട്ടുകൾ എന്ത് ചെയ്യുന്നു? നല്ല മണം പരത്തുന്നുണ്ട് അല്ലേ, മണക്കുന്നു. കലിയാം ക്യാരി ക്യാരി മഹ്കീം. ക്യാരി മീൻസ് ചെടികൾക്കൊക്കെ തടം എടുക്കാറല്ലേ, അതാ തടം. തടം എന്നും അർത്ഥമുണ്ട്, അല്ലെങ്കിൽ കിടക്ക എന്നും അർത്ഥമുണ്ട്, കിടക്ക. അപ്പോൾ ആ തടവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മഹ്കീ മണമുള്ളതാകുന്നു. കലിയാം ഇത്തനി സാരി മഹ്കീം. കലിയാം പൂമൊട്ടുകൾ. ഇത്തനി, ഇത്തനി എന്ന് വെച്ചാൽ വളരെയധികം. സാരി എല്ലാം. മഹ്കി എല്ലാം മണമുള്ളതാക്കുന്നു അല്ലേ. പൂവ് വിരിയുമ്പോൾ അവിടെ നല്ല
സുഗന്ധമാണ്, മണമാണ് പരക്കുന്നത്, അല്ലേ? അത്രയേ ഉള്ളൂ. അതിനെ കവി തൻ്റെ ഭാവനയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി നോക്കിക്കോളൂ. ധൂപ് ആ ഗയി സുബഹ് സുബഹ് കി, കലിയാം പ്യാരി പ്യാരി മഹ്കി, കലിയാം ക്യാരി ക്യാരി മഹ്കി, കലിയാം ഇത്തനി സാരി മഹ്കി. കൂട്ടുകാർക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത വരികളിലേക്ക് പോകാലോ. നോക്കൂ. ഹവാ ബഹ് രഹി ഠണ്ഡി ഠണ്ഡി. ഒരിക്കൽ കൂടി. ഹവാ ബഹ് രഹി ഠണ്ഡി ഠണ്ഡി, ധൂം രഹി വഹ് ബഹ്കി ബഹ്കി, ധൂം രഹി വഹ് ബഹ്കി ബഹ്കി, ഉഡ്ती उड़ती आई चिड़ियाँ, उड़ती उड़ती आई चिड़ियाँ, फुदक फुदक कर बेफी चहकी, फुदक फुदक कर बेफी चहकी. നോക്കൂ. हवा बह रही ठंडी ठंडी, धूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, फुदक फुदक कर बेफी चहकी. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു, അതിരാവിലെ സൂര്യൻ വന്നിരിക്കുകയാണ്. സൂര്യൻ വന്നതിനോടൊപ്പം പൂക്കൾ മുട്ടുകളൊക്കെ വിരിഞ്ഞ് അവിടെ ആകെ സുഗന്ധം പരത്തുകയാണ്, അല്ലേ? ഇവിടെ നോക്കൂ. ഹവാ ബഹ് രഹി ഠണ്ഡി ഠണ്ഡി. ഹവ കാറ്റ്, ബഹ്ന ഒഴുകുക, ഠണ്ഡി ഠണ്ഡി തണുത്ത, നല്ല തണുത്ത കാറ്റ് വീശുന്നു. ഹവാ ബഹ് രഹി ഠണ്ഡി ഠണ്ഡി, തണുത്ത നല്ല തണുത്ത കാറ്റ് വീശുന്നു. ധൂം രഹി വഹ് ബഹ്കി ബഹ്കി. ആ കാറ്റിങ്ങനെ എല്ലായിടത്തും എന്ത് ചെയ്യുന്നു? വീശി അടിക്കുന്നു. അതെല്ലാവരെയും വശീകരിക്കുന്നു. അത് രാവിലെയുള്ള ആ ഒരു തണുത്ത കാറ്റ്. ഓക്കെ. നോക്കൂ. ഉഡ്ത്തി ഉഡ്ത്തി ആയി ചിടിയ. ഉഡ്ത്തി ഉഡ്ത്തി, ഉടന പറക്കുക. ഉഡ്ത്തി ഉഡ്ത്തി പറന്ന് പറന്ന്, ആയി വന്നു. ആര്? ചിടിയാം പക്ഷികൾ. ചിടിയ പക്ഷി, ചിടിയാം പക്ഷികൾ. പക്ഷികളൊക്കെ രാവിലെ എങ്ങനെ വന്നു? പറന്ന് വന്നു. ഓക്കെ. സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ നമ്മൾ അല്പസമയം കൂടി മൂടിപ്പുതച്ച് കിടന്നുറങ്ങിയാലും പക്ഷികളും പൂമ്പറ്റകളൊക്കെ അവർ രാവിലെ തന്നെ വരും, അല്ലേ? അപ്പോൾ ഇവിടെയും രാവിലെ അതിരാവിലെ സൂര്യൻ ഉദിക്കുകയും അവിടെ തണുത്ത കാറ്റ് വീശുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും ആര് പറന്നെത്തി? പക്ഷികൾ പറന്നെത്തി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നോക്കൂ. ഫുദക്, ഫുദക് മീൻസ് ചാടുക. പക്ഷികളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നിരുന്ന് ഇങ്ങനെ ചാടി ചാടി ചിലയ്ക്കാറുണ്ട്, അല്ലേ? കണ്ടിട്ടില്ലേ? നോക്കൂ. ഫുദക്, ഫുദക് ചാടുക. ഫുദക് ഫുദക് കർ വേഫി ചക്കി. ചാടി ചാടി അവ എന്ത് ചെയ്യുന്നു? ചിലയ്ക്കുന്നു. പക്ഷികൾ അവയുടെ ശബ്ദമുണ്ടാക്കുന്നു. രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ചില കാഴ്ചകളാണ് ഇതൊക്കെ. പക്ഷികളുടെ ചിലയ്ക്കലും മറ്റും, അല്ലേ? നോക്കൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹവാ ബഹി ഠണ്ഡി ഠണ്ഡി, ധൂം രഹി വ ബഹ്കി ബഹ്കി, ഉഡ്ത്തി ഉഡ്ത്തി ആയി ചിടിയാം, ഫുദക് ഫുദക് കർ വേഫി ചഹക്കി. ഓക്കെ. നോക്കൂ. മിൽക്കർ ഗായം എന്ന ഒരുമിച്ച് പാടാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഒത്തുചേർന്ന് കൂട്ടരുമൊത്ത് പാടാൻ വേണ്ടിയിട്ടുള്ള ഒരു കവിതയാണ് ആദ്യം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ. ഇഷ്ടമായോ എല്ലാവർക്കും? കവിത ഇഷ്ടമായോ? വായിക്കാൻ പറ്റുന്നുണ്ടോ കൂട്ടുകാർക്ക്? പല തവണ വരികൾ കേട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത പേജിലേക്ക് പോയാലോ? അടുത്തെന്താ പ്രവർത്തനം? നോക്കൂ കൂട്ടുകാരെ. രംഗ് ഫരേം. രംഗ് ഫരേം മീൻസ് കളർ ഇറ്റ്, കളർ കൊടുക്കാനാ. ആദ്യത്തെ ചിത്രം എന്താ? ഒരു പൂമോട്ടിൻ്റെ ചിത്രമാണ്, അല്ലേ? യഹ് കലിഹേ, യഹ് കലിഹേ. ഇത് പൂമൊട്ടാകുന്നു. ഓക്കെ. ഇത് എന്താകുന്നു? പൂമൊട്ട്. കലി. കലി മീൻസ് ദേഷ്യം അല്ല. കലി എന്താ? പൂമൊട്ട്. യഹ് കലിഹേ. ഇത് പൂമൊട്ടാകുന്നു. ഇതെന്താകുന്നു? പൂമൊട്ട്.
അപ്പോൾ ഇത് പൂമൊട്ടാകുന്നു എന്ന് എങ്ങനെ ഹിന്ദിയിൽ പറയും? പറഞ്ഞേ. യഹ് കലി ഹേ, യഹ് കലി ഹേ. ഇത് പൂമൊട്ടാകുന്നു. ഓക്കെ, ഈ പൂമൊട്ടിന് കളർ കൊടുത്തൂടെ? കൊടുക്കില്ലേ കൂട്ടുകാർ? ലീഫിന് ഗ്രീൻ കളറാണ് കൊടുക്കേണ്ടത്, പൂമൊട്ടിന് റെഡാണ്, അറിയാലോ അല്ലേ? അപ്പോൾ അടുത്ത ചിത്രം എന്താ? യഹ് ചിടിയാ ഹെ, യഹ് ചിടിയാ ഹെ. ചിടിയ ബേർഡ്, പക്ഷി അല്ലേ? യഹ് ചിടിയാ ഹെ, ഇത് പക്ഷിയാകുന്നു. യഹ് ചിടിയാ ഹെ, ഇത് പക്ഷിയാകുന്നു. അപ്പോൾ പൂമൊട്ടിനും പക്ഷിക്കും നിറം കൊടുക്കുക. കൂട്ടുകാർക്ക് നിറം അറിയാമല്ലോ. നോക്കൂ, റെഡിന് എന്താ പറയുന്നത്? റെഡ് ലാൽ. എന്താണ്? ലാൽ. ലാൽ. ലാൽ എന്ത് നിറമാണ്? റെഡ്, ചുവപ്പ്. ചുവപ്പിന് ഹിന്ദിയിൽ എന്താ പറയുന്നത്? ലാൽ. എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞ് പഠിക്കുക കേട്ടോ. ലാൽ, റെഡ്, ചുവപ്പ്. ലാൽ, ചുവപ്പ്. അവിടെ നോക്കൂ, ഗ്രീനിന് എന്താ പറയുന്നത്? പച്ചയ്ക്ക് ഹര. ഹര. ഹര പച്ച. ഹര പച്ച. കാല. കാല. കാല ബ്ലാക്ക്, കറുപ്പ്. കാല കറുപ്പ്. കാല കറുപ്പ്. നീല. നീല ബ്ലൂ. നീല. നീല ബ്ലൂ. നീല. ഓക്കെ, അപ്പോൾ ഇന്ന് 4 കളറുകളാണ് പഠിച്ചിരിക്കുന്നത്. ലാൽ, ഹര, കാല, നീല. ലാൽ റെഡ്, ഹര ഗ്രീൻ, കാല ബ്ലാക്ക്, നീല ബ്ലൂ. ലാൽ ചുവപ്പ്, ഹര പച്ച, കാല കറുപ്പ്, നീല നീല. ഓക്കെ, അടുത്ത് നോക്കൂ. ശബ്ദ പഹചാനേം കവിതാമേം രേഖാങ്കിത് കരേം. ശബ്ദ പഹചാനേം വാക്കുകൾ മനസ്സിലാക്കുക. കവിതാമേം രേഖാങ്കിത് കരേം കവിതയിൽ രേഖാങ്കിത് കരേം അടിവരയിടുക. ഈ വാക്കുകൾ കവിതയിൽ കണ്ടെത്തി അടിവരയിടാനാ. ഓക്കെ, ആദ്യം വാക്കുകൾ എന്താണെന്ന് തിരിച്ചറിയണം. ഓക്കെ, ചിടിയാം. ചിടിയാം എന്താ? ബേർഡ്സ്. ബേർഡ്സ് എന്താ? പക്ഷികൾ. കവിതയിൽ ചിടിയാം എന്ന വാക്കിൻ്റെ അടിയിൽ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, രേഖാങ്കിത് കരേം ഒരു വര വരയ്ക്കണം, അറിയാലോ. ചിടിയാം ബേർഡ്സ്, പക്ഷികൾ. ക്യാരി. ക്യാരി എന്താണ്? ക്യാരി. ക്യാരി കിടക്ക അല്ലേ? ക്യാരി പൂത്തടം. പൂത്തടം. ക്യാരി കിടക്ക എന്ന അർത്ഥമുണ്ട്. തടം ഞാൻ പറഞ്ഞു, തടമെന്നും അർത്ഥമുണ്ട്. പൂത്തടം, പൂകളുടെ തടം. കലിയാം. കലിയാം പൂമൊട്ട്, മൊട്ട്. ഹവ. ഹവ കാറ്റ്. ഹവ കാറ്റ്. ധൂപ്. ധൂപ് സൂര്യപ്രകാശം. ധൂപ് എന്താണ്? സൂര്യപ്രകാശം. സൂര്യപ്രകാശമെന്നും വെയിൽ എന്നും അർത്ഥമുണ്ട്. സൂര്യപ്രകാശത്തിന് ആണല്ലോ ചൂട്, ആ വെയിൽ. അപ്പോൾ ധൂപിന് സൂര്യപ്രകാശമെന്നും വെയിലെന്നും അർത്ഥമുണ്ട്. ഓക്കെ, അപ്പോൾ ചിടിയാം. ചിടിയ പക്ഷി, ചിടിയാം പക്ഷികൾ. ചിടിയാം പക്ഷികൾ. ക്യാരി പൂത്തടം. കലിയാം പൂമൊട്ട്. ഹവ കാറ്റ്. ധൂപ് സൂര്യപ്രകാശം. ധൂപ് സൂര്യപ്രകാശം അല്ലെങ്കിൽ വെയിൽ. ഓക്കെ, കലിയാം പൂമൊട്ടുകൾ. പൂമൊട്ട് പൂമൊട്ടുകൾ. ഓക്കെ, കൂട്ടുകാർക്ക് ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.